വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള പല വിമാന സർവീസുകളും ഇപ്പോഴും റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മുടെ ബ്യൂറോ അറിയിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി ചേരും. അജീഷ്, യഥാർത്ഥത്തിൽ ഈ പാക് ഡ്രോണുകൾ വന്ന ആശങ്കയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ അവരുടെ സർവീസ് റദ്ദാക്കിയിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ഇപ്പോൾ പ്രശ്നമുള്ളത്? ഗുഡ് മോർണിംഗ്. എന്തായാലും മെയ് 15 വരെ ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഈ ഡ്രോണുകൾ പാകിസ്ഥാന്റെ പ്രകോപനം വന്നതിന് പിന്നാലെ ഈ മെയ് 15 വരെ ഈ 32 വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരുന്നു. അത് മെല്ലെ മെല്ലെ ഘട്ടഘട്ടമായി ഇന്ന് മുതൽ സർവീസ് തുടങ്ങാനായിരുന്നു വിമാന കമ്പനികൾ തീരുമാനിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ ലേയും ജോധ്പൂരും ജമ്മുവും അമൃത്സറും ഭുജും ജാംനഗറും ചണ്ഡീഗഡും രാജ്കോട്ടും അടക്കം ഉള്ള വിമാനത്താവളത്തിൽ നിന്ന് ഈ സർവീസുകൾ പുനരാരംഭിച്ചത്. പക്ഷേ ഇന്നലെ രാത്രിയിലുണ്ടായ സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ, ഡ്രോണിന്റെ സാന്നിധ്യം അത് വീണ്ടും ഒരു സംശയത്തിനിടയാക്കി. അതുകൊണ്ടാണ് ഒരു ദിവസം കൂടി കാത്തിരിക്കാൻ വിമാന കമ്പനികൾ തീരുമാനിച്ചത്. നിലവിലെ എയർ ഇന്ത്യയും ഇൻഡിഗോയുമാണ് ഈ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ റദ്ദ് ചെയ്തിട്ടുള്ളത്. അവരെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവർ വെബ്സൈറ്റ് നോക്കി അതിന്റെ അടുത്ത സമയം മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ വിമാനത്താവളത്തിൽ എത്താവൂ എന്നാണ് പറയുന്നത്. ഈ വിമാനത്താവളത്തിലേക്കും അവിടെ നിന്ന് പുറപ്പെടുന്ന സർവീസുകളാണ് നിലവിൽ റദ്ദ് ചെയ്തിട്ടുള്ളത്. എന്തായാലും വിമാന കമ്പനികൾ അവരുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും സന്ദേശം അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ വെബ്സൈറ്റ് നോക്കിയതിനു ശേഷം മാത്രമേ യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് വരാവൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യയും ഇൻഡിഗോയുമാണ് നിലവിൽ ഇത്തരത്തിലുള്ള വിമാന സർവീസുകൾ റദ്ദ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.